ഗ്രീൻ ഓട്ടോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഷെരീഫാഖാൻ്റെ അവിടെ തന്നെയാണ് നമ്മളുള്ളത്. പുതിയ യൂസ്ഡ് വണ്ടികളുടെ പുതിയ കളക്ഷൻസ് നമുക്ക് നേരെ കാണിച്ചു തരാം. കമോൺ. അപ്പോൾ ബജാജിൻ്റെ വേണ്ട, നമുക്ക് പിയാജിയോയിൽ വേണം ഞങ്ങൾക്കൊരു മീഡിയ വണ്ടി എന്നുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ആപ്പാസിറ്റി അല്ലേ? 2014 മോഡൽ. 2014 ഒരു നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്നത് അല്ലേ? നമ്മൾ ബോഡി ഇറക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ബോഡി ഇറക്കി ഫുള്ള് പണിയെടുത്ത് നമ്മൾ വർക്ക് എടുത്ത് കൊടുത്തു തന്നെ. അപ്പോൾ പാർട്ടി ഗൾഫ് പോയപ്പോൾ റിട്ടേൺ തന്നാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വണ്ടി തന്നെയാണ്. പാച്ച് വർക്ക് ഒന്നുമില്ല, പെയിന്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. സീറ്റ് ആയാലും ഇന്റീരിയർ ആയാലും ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2014 മോഡൽ അല്ലേ? പേപ്പർ ചെയ്തവരുണ്ട്. പേപ്പർ പുതിയ ടെസ്റ്റ് എടുത്താണ് ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് 3 മാസമേ ആയിട്ടുള്ളൂ വണ്ടിയുടെ പേപ്പർ എടുത്തിട്ട്. അപ്പോൾ ഒരു വർഷത്തോളം ഏകദേശം എന്തായാലും ഇനി നമുക്ക് പേപ്പർ കിട്ടുന്ന വണ്ടി തന്നെയാണ്. 10-9 മാസത്തോളം ഉണ്ടാവും. എത്ര ചോദിക്കണേ? ഇത് 1.15 ചോദിക്കണം. നമുക്ക് ഒരു 1.10 കിട്ടിയാൽ കൊടുക്കാം. ഓക്കെ, 1.15 ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇതിൽ ചെറിയ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി ഉണ്ട്, എല്ലാ പണിയും കഴിപ്പിച്ചാൽ. ഇത് ഏതാ മോഡൽ? 2023 മോഡൽ. 2023. അപ്പോൾ ജസ്റ്റ് 2-2.5 വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? ഇത് നമ്മൾ ബോഡിയൊക്കെ ഇറക്കി നമ്മൾ വർക്ക് എടുത്ത വണ്ടിയാണ്. ഗുഡ് ഇന്നർ മൊത്തം പണിയെടുത്താ. ഒരു 2.5 വർഷത്തെ ഉപയോഗം എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള ഒരു ഉപയോഗം തന്നെ ഉള്ളൂ. വണ്ടി കണ്ടാൽ തന്നെ നല്ല വൃത്തിയുള്ള ഒരു പുതിയ വണ്ടിയുടെ ഒരു കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. ഫുള്ള് ഇന്റീരിയറും സീറ്റ് വർക്ക് ആയാലും വുഡ് വർക്ക് ആയാലും പെയിന്റിങ് എല്ലാം തീർത്ത് റെഡിയാക്കി നിർത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു എക്സ്ട്രാ റെഡ് കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2022 മോഡലല്ലേ? പേപ്പർ 23 ഓക്കെ, ജസ്റ്റ് 2 വർഷത്തെ ഉപയോഗമുള്ളൂ. പേപ്പർ എത്ര വരുന്നുണ്ട്? പേപ്പർ നമ്മൾ ടെസ്റ്റ് ഒക്കെ എടുത്തതാണ്. പുതിയ ടെസ്റ്റ് എടുത്തു. അപ്പോൾ ഇനി 2 വർഷത്തിന് പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ 2 വർഷത്തിന് നമുക്ക് പേപ്പർ കിട്ടുന്നതാണ്. ധൈര്യമായിട്ട് 2 വർഷം ഓടാതെ കഴിഞ്ഞിട്ട് ഇനി ബ്രേക്കൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മൾ എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 1.85 കൊടുക്കാം. 1.85 മതി അല്ലേ? ഓക്കെ, 2023 വണ്ടി. ഒരു പുതിയ വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. കാരണം അധികം ഉപയോഗിക്കാത്ത നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർ ഇതും കൂടെ ഒന്ന് പരിഗണനയിൽ വെച്ചിട്ട് പോവുക. ജസ്റ്റ് 1.85 വണ്ടി കിട്ടുന്നതാണ്. അല്ലടോ, ഇത്രയും വണ്ടി കാണിച്ചിട്ട് നിങ്ങൾ ഇത്രയും നല്ല വണ്ടി ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഇത് ആൾക്കാർക്ക് കാണണ്ടേ? നമ്മൾ കാണാൻ വേണ്ടി ഇവിടുന്ന് വണ്ടികളൊക്കെ തള്ളി കയറ്റപ്പെട്ടു. ഇത് ഞാൻ കാണുന്നത് ഞാൻ ആദ്യം ഇതിന്റെ വീഡിയോ ചെയ്തു. ഇത് എത്ര മോഡൽ? 2012. നമ്മള് പുതിയ ബോഡി മാറ്റിയതാണ്. ഫ്രെയിം, പ്ലാറ്റ്ഫോം എല്ലാം വർക്ക് എടുത്താ. എല്ലാം പുതിയതാണല്ലേ? എല്ലാം പുതിയത്. അതിന്റെ ഒരു വൃത്തി കാണാൻ തന്നെ ഉണ്ട്. ആണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നല്ല വൃത്തിയുള്ള വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് എടുത്തുകൊണ്ടാൻ തോന്നും. അങ്ങനത്തെ ഒരു വണ്ടി. ഫുള്ള് പാച്ച് വർക്ക് എല്ലാം തീർത്തിട്ടുണ്ടല്ലേ? വർക്ക് എടുത്ത പ്ലാറ്റ്ഫോം പുതിയ ഫ്രണ്ട് പ്ലാറ്റ്ഫോം ബോഡി ഫ്രഷ് ബോഡി ഇട്ടതാണ്. ഓക്കെ, ബാക്ക് ബോഡി ഫ്രഷ് ആണ്. അതേപോലെ ഫ്രെയിം കാര്യങ്ങളൊക്കെ പുതിയതാണ്. അപ്പോൾ ധൈര്യത്തിൽ ഇനി കൊണ്ടേ ഓടാ. 2012 ബാറ്ററി എല്ലാം പുതിയതാണ്. ഓക്കെ, 2012 ആണെങ്കിലും ഇത് കണ്ടാൽ ഒരു 2022-23 മെയിൻ ഉണ്ട് വണ്ടി. ഫ്രെയിം കാര്യങ്ങളൊക്കെ പുതിയതാണ്. അപ്പോ ഇത് പേപ്പർ ചെയ്തവരുണ്ട്. പേപ്പർ പുതിയ ടെസ്റ്റ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. പുതിയത് അടച്ചിട്ട് കൊടുക്കും. എല്ലാ പേപ്പറും ഇനി ഒന്നും ആ സൈഡിലേക്കൊന്നും നമ്മൾ നോക്കണ്ട. വണ്ടി എടുക്കുക, കൊണ്ടുപോകുക, ഓടുക, അത്രേ ഉള്ളൂ. ഈ സീറ്റൊക്കെ കണ്ടോ എന്തോ ഒരു വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കളറൊക്കെ നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിന്റെ ഒരു വർക്ക്. അപ്പൊ നമ്മൾ ഇതിന് എത്ര ചോദിക്കണേ? ചോദിക്കുന്നില്ല, ₹1. നമ്മള് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും ചെയ്യാം. അത്രയും ആത്മാർത്ഥത്തിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നമ്മുടെ വക ഡിസ്കൗണ്ട് ഉണ്ടാവണാണ്. ഇതിന് അടവ് കിട്ടൂലേ? ചെറിയൊരു എമൗണ്ട് എന്തായാലും അടവ് പ്രതീക്ഷിക്കുക. പഴയ വണ്ടികളാകുമ്പോൾ എന്തായാലും അടവിന്റെ എമൗണ്ടുകൾ നമുക്ക് അത്രയും ഒരു ഇത് വരും. അപ്പൊ അത് പ്രതീക്ഷിച്ച് വരിക. ചെറിയൊരു എമൗണ്ട് എന്തായാലും നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്ക് വീണ്ടും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.